പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് മിസ് ഇപ്പം വന്നിരിക്കുന്നത്. നമ്മളുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു ഈ കാണുന്നത്. പുതുക്കിയ പാഠ്യപദ്ധതിയിൽ സാമ്പത്തിക സാക്ഷരതയ്ക്കായി പുതിയ പുസ്തകം. അപ്പൊ എൻ്റെ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സാമ്പത്തിക സാക്ഷരതയ്ക്കായി പുതിയ പുസ്തകമുണ്ടോ? എന്താണ് ഈ പോസ്റ്റിൽ പറയുന്നത്? നമുക്ക് നോക്കാം. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഈ വർഷം മുതൽ പരിഷ്കരിച്ച പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളിൽ സാമ്പത്തിക സാക്ഷരത സംബന്ധിച്ച് പ്രത്യേക പുസ്തകം തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ധനകാര്യം, സാമ്പത്തിക സാക്ഷരത എന്നാണ് പുസ്തകത്തിന്റെ പേര്. പുസ്തകത്തിന്റെ പേരെന്താണ്? ധനകാര്യം, സാമ്പത്തിക സാക്ഷരത. 5ാം ക്ലാസ് മുതൽ സാമ്പത്തിക സാക്ഷരത സംബന്ധിച്ച് പാഠഭാഗങ്ങൾ വ്യത്യസ്ത പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ, 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠപുസ്തകം ഇല്ല. ആർക്കൊക്കെയാ ഉള്ളത്? 9, 10 ക്ലാസ്സുകൾക്ക് പ്രത്യേക പുസ്തകവും തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠപുസ്തകം പ്രത്യേകമായിട്ട് ഒരു പുസ്തകമല്ല, 9, 10 കുട്ടികൾക്കാണ് ഒരു പുസ്തകമായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ വിഷയത്തിൻ്റെയും ഓരോ പാഠപുസ്തകത്തിലും ഒരു ചാപ്റ്റർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ധനകാര്യം, സാമ്പത്തിക സാക്ഷരത, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ, ഒരു പാഠഭാഗം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു കാര്യമാണല്ലേ. എന്താണ് ഇതിന്റെ ഉദ്ദേശം നമുക്ക് നോക്കാം. 8 യൂണിറ്റുകളിലായി സമ്പാദ്യവും നിക്ഷേപ സാധ്യതകളും, ആധുനിക ബാങ്കിംഗ് സേവനങ്ങൾ, ബാങ്ക് രേഖകളും ഫോമുകളും, ഇൻഷുറൻസ്, സുരക്ഷയും സമ്പാദ്യവും, പോസ്റ്റൽ വകുപ്പ് ധനകാര്യ സേവനങ്ങൾ, ഓഹരി വിപണിയും മ്യൂച്വൽ ഫണ്ടുകളും, യുക്തിസഹമായ നിക്ഷേപ തീരുമാനം, ധനകാര്യ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളും തൊഴിലവസരങ്ങളും എന്നിങ്ങനെയാണ് പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പം എൻ്റെ മക്കൾക്ക് പുസ്തകങ്ങളില്ല, പക്ഷേ പുസ്തകത്തിന് പകരം ഒരു പാഠഭാഗം, ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു പാഠഭാഗം ഉണ്ടാവും. ഇതിലൂടെ നമുക്ക് എന്തൊക്കെ നേട്ടം ഉണ്ടാവും? കുട്ടികൾ ചെറുപ്പം മുതൽ തന്നെ സാമ്പത്തിക അച്ചടക്കം ശീലമാക്കുന്നതിനായാണ് ഈ പുസ്തകങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയിരിക്കുന്നത്. നമുക്കിപ്പോൾ സമ്പാദ്യശീലം, എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ നമ്മൾ സമ്പാദിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ സേവ് ചെയ്യണം, പിന്നെ ബാങ്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ പോസ്റ്റൽ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് വളരെ ചെറുപ്പം മുതലേ പഠിക്കാനാവും. അപ്പം നമുക്ക് എന്താ ഒരു സമ്പാദ്യശീലമൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുക അല്ലേ. അപ്പം വളരെ നല്ല കാര്യമാണ്. പിന്നെന്താ പറയുന്നത്, കുട്ടികളിൽ സമ്പാദ്യശീലവും സാമ്പത്തിക അവബോധവും വളർത്തുന്നതിന് സ്കൂളുകളിൽ നടപ്പാക്കിയിരുന്ന സഞ്ചയിത പദ്ധതി കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ കൈക്കൊള്ളും. അപ്പൊ നിങ്ങളെ കുട്ടിക്കാലത്ത് സഞ്ചയിക പദ്ധതിയിലൊക്കെ ഉണ്ടാവില്ലേ? നമ്മൾ മാസത്തിലോ ആഴ്ചയിൽ നമ്മളെ കയ്യിലുള്ള ഒരു 50 രൂപ, 10 രൂപ, 20 രൂപയൊക്കെ സഞ്ചയിക്കൽ കൊണ്ടിടാറുണ്ടായിരുന്നില്ലേ? അപ്പൊ അത് കുറച്ചും കൂടെ ചില സ്ഥലത്തൊക്കെ അത് ഇപ്പൊ ഇല്ല. അപ്പൊ അത് കുറച്ചും കൂടെ അടിപൊളിയാക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പൊ വളരെ ഒരു നല്ല പ്ലാൻ ആയിട്ടാണ് മിസ് ഇതിനെ നോക്കി കാണുന്നത്. കാരണം നിങ്ങൾക്ക് കുട്ടിക്കാലം മുതലേ എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ സമ്പാദ്യശീലം വളർത്തിയെടുക്കാം, എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു അടിപൊളിയായിട്ട് മനസ്സിലാവും. അതുപോലെ നമുക്ക് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെറുപ്പം മുതലേ, ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ പഠിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല പ്ലാനുകൾ ഇനിയും വരട്ടെ എന്ന് മിസ്സും ആഗ്രഹിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് പാഠപുസ്തകമല്ല, പകരം പാഠഭാഗമാണുള്ളത്, ഒരു ചാപ്റ്റർ ആയിട്ടാണ് ഉള്ളത്. ഓക്കെ.